ഇതൊക്കെ എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞാത്തത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടാ. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിലബസിലുള്ള സാധനങ്ങളാണ്. അറിഞ്ഞത് ഓരോ ക്വസ്റ്റ്യൻസും എഴുതി പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, എൻഡറിക് ഫീവർ ഏതാ? ഉത്തരം അറിയാന്നുള്ളവര് കമന്റ് ചെയ്തേ. ചോദ്യം കണ്ടു കാണുമല്ലോ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും. എൻഡറിക് ഫീവർ പ്രീവിയസ് ചോദ്യമാണ്. ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ്. CP എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടൈഫോയിഡ് ആണ് എൻഡറിക് ഫീവർ കേട്ടോ, ടൈഫോയിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ. നിങ്ങൾ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. രണ്ടാം ചോദ്യം, ട്രിപ്പോണിമ പലീഡം എന്നത് ഏത് രോഗത്തിന്റെ രോഗകാരിയാണ്? ട്രിപ്പോണിമ പലീഡം. ഓക്കെ, ഏതാ കുട്ടികളുടെ ആൻസർ? ട്രിപ്പോണിമ പലീഡം. ആർക്കും കിട്ടിയില്ലേ ട്രിപ്പോണിമ പലീഡം? ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാ ട്രിപ്പോണിമ പലീഡം. നിങ്ങൾ കമന്റ് ചെയ്യാത്തതാണോ അതോ എനിക്ക് കാണാൻ പറ്റാത്തതാണോ? ഭാഗം കിട്ടാത്തതുകൊണ്ടാണോ? ട്രിപ്പോണിമ പലീഡം സിഫിലിസ് ആണ്. സിഫിലിസ് പഴയ നോട്ടൊക്കെ എടുത്ത് നോക്ക് കേട്ടാ. ഓപ്ഷൻ ഡി സിഫിലിസ് ആണ് കേട്ടോ. പഴയ നോട്ടൊക്കെ എടുത്ത് നോക്ക്. ബാക്ടീരിയ രോഗങ്ങളൊക്കെ പഠിപ്പിച്ച സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിഫിലിസ്. ട്രിപ്പോണിമ പലീഡം. ഗൊണോറിയ, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പഠിപ്പിച്ച ഓർമ്മയുണ്ട? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങള്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗങ്ങളില് ഗൊണേറിയം പഠിച്ചായിരുന്നു, സിഫിലിസും പഠിച്ചായിരുന്നു. അതിൽ സിഫിലിസ് ട്രിപ്പോണിമ പലീഡം. ഓക്കെ, ട്രിപ്പോണിമ പലീഡം. ഓക്കെ, അത് ഓർത്തിരിക്കുക. നിസേറിയ ഗൊണോറിയാണ് ഗൊണോറിയയുടേത് അല്ലേ? ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടാ. അടുത്ത ചോദ്യം, മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതെന്നാണ് ചോദ്യം. മലേറിയ ബാധിക്കുന്ന കരള്, ശ്വാസകോശം, കുടല്, നാഡീവ്യവസ്ഥ, ഇതിൽ മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതെന്നാണ് ചോദ്യം. ഉത്തരം അറിയോ? മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഓപ്ഷൻ സി ഒക്കെ ചുമ്മാ വിടുക. അറിഞ്ഞുകൂടാതെ എന്തിനാ അറ്റൻഡ് ചെയ്യുന്നത്? അറിഞ്ഞുകൂടെങ്കിൽ അറിയത്തില്ല എന്ന് കമന്റ് ചെയ്താൽ പോരെ. ഓപ്ഷൻ എ കരളാണ്. മലേറിയ മെയിൻ ആയിട്ടും ബാധിക്കുന്നത് നമ്മളെ സ്പ്ലീനെയാണ്. പ്ലീഹയാണ് മലേറിയ മെയിൻ ആയിട്ടും ബാധിക്കുന്നത്. അത് മാത്രമല്ലാതെ മലേറിയ ബാധിക്കുന്നത് കരളിനെയും കിഡ്നിയാണ്. നമ്മളെ കരളിനെയും അതുപോലെ വൃക്കയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മലേറിയ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്പ്ലീനിൽ, അതായത് പ്ലീഹ ഓപ്ഷൻ ഇല്ല, പകരം കരള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കരള് ആൻസർ എടുക്കാവുന്നതാണ് കേട്ടോ. കരളാണ് ആൻസർ. മലേറിയ ബാധിക്കുന്ന ശരീരഭാഗത്തില് കരള് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത്, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ഇന്നൊരു തള്ളിക്കേറ്റം ഒരു ഉത്തരങ്ങൾക്കൊന്നും ഒരു സ്പീഡ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓപ്ഷൻ ഡി പ്രശാന്തിയാണ്. പ്രശാന്തി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി പദ്ധതി. അടുത്ത്, ഇൻക്യുബേഷൻ പീരീഡ് എന്നാൽ എന്ത്? രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാലയളവ്, രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിനു ശേഷം മുതൽ ചികിത്സ എടുക്കുന്നത് വരെയുള്ള സമയം, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവ്, ഇവയൊന്നുമല്ല. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇത് കൃത്യമായി SCERT പറയുന്നുണ്ട്, നമ്മളിത് പഠിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ്. അടുത്ത്, ORS എന്നതിന്റെ പൂർണ്ണരൂപം. ഓറൽ റീഹൈഡ്രേഷൻ സബ്സ്റ്റൻസ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ഓറൽ റീഹൈഡ്രേഷൻ സോൾവെന്റ്, ഓറൽ പെയിൻ റെഡ്യൂസ് സബ്സ്റ്റൻസ്. ഏതാണ് ORS? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ആണ്. ORT എന്താ? ORT എന്ന് വെച്ച് കഴിഞ്ഞാല് ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് എന്നാണ്, അല്ലെങ്കിൽ തെറാപ്പി എന്നാണ് ORT പറയുന്നത് കേട്ടാ. ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തെറാപ്പി എന്നാണ് ഏതിന് പറയുന്നത്? ORT പറയുന്നത്. ORS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. നമ്മുടെ കമ്പൈൻ സ്റ്റഡിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മാനേജറുടെ ORS ഓർമ്മയുണ്ടോ? മാനേജറിന്റെ ORS
ആ മാനേജർക്ക് ORS എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ORS എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ, അടുത്ത മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് അടുത്ത ചോദ്യം. BACG ഓപ്ഷനിലുണ്ട്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് A ആണ്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഒടിയുള്ള ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് IA. മലിനജലം കണ്ടാൽ നമ്മൾ IA എന്ന് പറയും അല്ലേ? IA എന്ന് പറയും. അപ്പൊ എയും ഇയും കേട്ടോ. എയും വെച്ച് എയും ഇയും ആണ് കേട്ടോ. എയും ഇയും ആണ് മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, എയും ഇയും ആണ് കേട്ടോ. IA എന്ന് ഓർത്താൽ മലിനജലം കാണുമ്പോൾ നമ്മൾ IA എന്ന് പറയും. അപ്പൊ IA നിന്ന് എയും ഇയും എടുക്കുക. എയും ഇയും. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന എന്നാണ്. കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുന്ന രോഗമാണ് ക്യാൻസർ. ശരിയാണോ? കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുന്ന രോഗമാണോ ക്യാൻസർ? നമ്മൾ SCRT റിവിഷനിലൊക്കെ അത് പഠിച്ചതാ. ഓക്കെ, കറക്റ്റ് ആണ്. ക്യാൻസറിനെ സംബന്ധിക്കുന്ന പഠനമാണ് ഓങ്കോളജി. ക്യാൻസർ സംബന്ധിക്കുന്ന പഠനമാണ് ഓങ്കോളജി. അതും ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓംലെറ്റ് കഴിച്ചാൽ ക്യാൻസർ വരും. ഓർമ്മയില്ലേ? കണക്ഷൻ. ഓംലെറ്റ് കഴിച്ചാൽ ക്യാൻസർ വരും. ഓങ്കോളജി ക്യാൻസർ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ശരിയാണോ? ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. വളരെ ശരിയാണ്. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. അടുത്ത്, ക്യാൻസർ രോഗം സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റ് ആണ് ബയോപ്സി. ശരിയോ തെറ്റോ? ക്യാൻസർ രോഗം സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റ് ആണ് ബയോപ്സി. ശരിയോ തെറ്റോ? പിന്നെ എന്തുവാ പിള്ളേരെ? ക്യാൻസർ രോഗത്തിന്റെ അല്ലേ ബയോപ്സി? നിങ്ങൾ എന്തുവാ പറയുന്നേ? ക്യാൻസർ രോഗം സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റ് അല്ലേ പിന്നെ ബയോപ്സി? ഇതൊക്കെ എത്ര തവണ പഠിച്ചിട്ടുള്ളതാ? ഇത് 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ക്യാൻസർ രോഗത്തിന് സ്ഥിരീകരിക്കാനുള്ള പരിശോധന ബയോപ്സി തന്നെയാണ്. പിന്നെ ഓരോ ക്യാൻസറിന് വേറെ വേറെ പരിശോധനകളും ഉണ്ട്. ഉദാഹരണത്തിന് സ്തനാർബുദമാണെങ്കിൽ ഏതാണ്? മാമോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ മാമോഗ്രഫി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സെർവിക്കൽ ക്യാൻസർ ആണെങ്കിൽ, അതായത് ഗർഭാശയതല ക്യാൻസർ ആണെങ്കിൽ പാപ്പ് സ്മിയർ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിക്കാനുള്ള പരിശോധന ബയോപ്സി തന്നെയാണ് കേട്ടോ. ബയോപ്സി. അതായത് ഇവിടെ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ. 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. പഠിച്ചിരിക്കുക എല്ലാവരും. ഓക്കെ, ആ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഓങ്കോളജി. ഓംലെറ്റ് കഴിച്ചാൽ ക്യാൻസർ വരും ഓർത്തത്. ഓങ്കോളജി. ലോകത്തിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അടുത്ത ചോദ്യം. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം. ഇതൊക്കെ NCERT പറയുന്നുണ്ട്, പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യമൊക്കെ. ഉത്തരം പറയാൻ കമന്റ് ചെയ്തേ. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം. പക്ഷിപ്പനി വളരെ ഹോങ്കോങ് ആണ്. ഹോങ്കോങ്. ഓപ്ഷൻ A ഹോങ്കോങ് ആണ്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്ന വളരെ ഹോങ്കോങ് ആണ്. ഹോങ്കോങ്. ഓക്കെ, പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഹോങ്കോങ് ചൈനയാണ് കേട്ടോ. രാജ്യം ചൈനയാണ്, പക്ഷെ ഈ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ല, ഹോങ്കോങ് ഒരു രാജ്യമല്ലേ? ഹോങ്കോങ് രാജ്യമാണ്, ചൈനീസ് സ്ഥലമാണ്. ചൈനയുടെ. ഓക്കെ, ശരി. ഹോങ്കോങ് ആണ് ആൻസർ. ഹോങ്കോങ്. അടുത്ത, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനമാണ് അടുത്ത ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനമാണ് ചോദ്യം. സ്ഥിരം ചോദിക്കുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഞാൻ നിങ്ങളത് പറയണല്ലടാ. വെപ്രളം കാണിച്ച് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. ഇതേ സാധനം പോയി എക്സാം ഹാളിൽ അടിച്ചു വെക്കും. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. നിങ്ങൾ ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പുള്ളതാണ്. സമാധാനത്തോടെ ക്വസ്റ്റ്യൻ ഓപ്ഷനും വായിക്കാനുള്ള മൈൻഡ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ തിരുവനന്തപുരം, ഞാൻ പറയട്ടെ, എക്സാം ഹാളില് നിങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഓരോ ആൾക്കാരും ക്വസ്റ്റ്യൻ ഇടുന്നത്. കുറെ കാലം കൊണ്ട് പഠിച്ച് എനിക്ക് ജോലി കിട്ടി നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. കുറെ കാര്യം പഠിച്ചത് പറഞ്ഞ കാര്യമില്ല. പഠിച്ച കാര്യം മര്യാദയ്ക്ക് നോക്കി പരീക്ഷ എഴുതാനുള്ള ആ ഒരു ബോധം വേണം. ഓക്കെ, ഇത് പരാതിയാണ്. ഞാൻ 5 വർഷം കൊണ്ട് PSC പഠിക്കുന്നു, 10 വർഷം കൊണ്ട് PSC എനിക്ക് ജോലി കിട്ടില്ല. എന്നിട്ട് കുറെ അങ്ങ് പറയും PSC പഠിച്ചിട്ട് കാര്യമില്ല, ഇതാണെന്നൊക്കെ. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് പരീക്ഷ എഴുതി പഠിപ്പിക്കാനുള്ള കഴിവും കൂടെ വേണം. ചുമ്മാ കൽപ്പിച്ചു വിടുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഏതാണ്? അത് പൂനെയിലാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. തിരുവനന്തപുരം ഞാൻ പഠിപ്പിച്ച തിരുവനന്തപുരത്തുള്ളത് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തിരുവനന്തപുരത്തുള്ളത്. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തിരുവനന്തപുരത്തുള്ളത്.
ഓക്കെ, ഇതിൽ കുറെ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ച, ഞാൻ പറഞ്ഞു നിങ്ങൾ ചാടിക്കറി കമന്റ് ചെയ്തെന്ന് പറയുന്ന കാര്യം അതാണ്. കുറെ ആൾക്കാർ നിങ്ങളെ തെറ്റ് കമന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ തെറ്റ് കണ്ടിട്ട് കുറെ ആൾക്കാർ അങ്ങനെ പറയുക കമന്റ് ചെയ്യും. ഇത് അറിഞ്ഞുകൊണ്ടല്ല പല ആൾക്കാരും കമന്റ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സെക്ഷൻ ആണ്, അത് നേരെ ഉപയോഗിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാൽസ്യത്തിന്റെ അയിരല്ലാത്ത പദാർത്ഥം ഏതെന്ന ചോദ്യം. ജിപ്സം, സെറൂസൈറ്റ്, ഫ്ലൂസ് ബാർ, ഡോളമൈറ്റ്. കാൽസ്യത്തിന്റെ അയിരല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാമെങ്കിൽ ഉത്തരം കമന്റ് ചെയ്തേ. അതും ചുമ്മാ കമന്റ് ചെയ്ത് വിടുക. ഓക്കെ, വളരെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സെറൂസൈറ്റ് ആണ് കേട്ടോ. സെറൂസൈറ്റ് ആണ്. സെറൂസൈറ്റ് ലെഡിന്റെതാണ്. ലെഡിന്റെ ആണ് സെറൂസൈറ്റ്. ഓക്കെ, സെറൂസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെഡിന്റെ അയിരാണ് ഏത്? സെറൂസൈറ്റ് കേട്ടോ. ഓപ്ഷൻ ബി സെറൂസൈറ്റ് ആണ് ആൻസർ. അടുത്തത് ശ്രദ്ധിച്ച്, താഴെ കൊടുത്തവയിൽ തെറ്റായ വസ്തുത ഏതാണ്? ഏറ്റവും കടുപ്പമുള്ള കൽക്കരി ആന്ത്രാസൈറ്റ്, ഗുണനിലവാരം കൂടിയ കൽക്കരി ലിഗ്നൈറ്റ്, ബ്രൗൺ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്, സോഫ്റ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ്. ഇതിൽ തെറ്റായ വസ്തുത ഓപ്ഷൻ ബി ഗുണനിലവാരം കൂടിയ കൽക്കരി. ഗുണനിലവാരം കൂടിയ കൽക്കരി, ഓപ്ഷൻ ബി ഗുണനിലവാരം കൂടിയ കൽക്കരി. അത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതില് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണനിലവാരം കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് അല്ലേ? ആ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. ഗുണനിലവാരം കൂടിയ കൽക്കരി ഏതാ? കാർബൺ അളവ് കൂടിയത് അത് ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റ്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് കേട്ടാ. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ബിറ്റുമിനസ് ആണ് കേട്ടാ. തമിഴ്നാട് നെയ്വേലി കാണപ്പെടുന്ന ഏതാ? പ്രീവിയസ് ചോദ്യമാണ്. തമിഴ്നാട് നെയ്വേലിയിൽ കാണപ്പെടുന്ന ലിഗ്നൈറ്റ് ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, എക്സാം അടുത്ത് വരികയാണ്. ഈ വെപ്രാളമല്ല വേണ്ടത്, ബുദ്ധിയാണ് വേണ്ടത്. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചെയ്യണം. വീണ്ടും പറയാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടോ നിങ്ങൾ സിലബസിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല. 1.25 മണിക്കൂറിൽ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ജോലി. മനസ്സിലായ? അതനുസരിച്ചിരിക്കും. ഇന്നിപ്പോ ഞാൻ ക്ലാസ് കഴിഞ്ഞ ഒരു പയ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മനു എന്ന് പറയണ. അവനെ ഞാൻ കൊണ്ടാക്കിയപ്പോൾ പറഞ്ഞതാണ്, ചേട്ടാ എനിക്ക് യൂണിവേഴ്സിറ്റി LGS ടെൻഷൻ കാരണം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്കിത് വിഷമമായി പോയെന്ന്. മനസ്സിലായില്ല? ഇപ്പൊ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ക്ലിയർ ആണ്? അത് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, അത് ശ്രദ്ധിച്ച് ചെയ്താൽ കിട്ടും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ ഡെയിലി ഈ 100 മാർക്കിന്റെ PSC ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കണം. 100 മാർക്കാണ് നിങ്ങൾ ഡെയിലി ചെയ്യണം. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത് കാട്ടിക്കൂട്ടി തോന്നും പോലെ ചെയ്യാതെ 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അലാറം സെറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു OMR ഷീറ്റ് എടുത്തിട്ട് അതിൽ ചെയ്ത് പഠിയും. നിങ്ങളൊരു പരീക്ഷ എഴുതുന്ന സീരിയസ്നെസ്സോട് ചെയ്ത് പഠിയും. അപ്പൊ നിങ്ങൾക്ക് അതിൽ പ്രാക്ടീസ് ആവും. തെറ്റായത് ഉത്തരം നമ്മൾ തെറ്റാതെ എഴുതാനും, വെപ്രാളം കാണിക്കാതെ എഴുതാനും, ഓപ്ഷൻ മുഴുവൻ വായിച്ചു നോക്കാനും, ചോദ്യം മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ബോധം അപ്പ വരും. അല്ലാതെ ഇപ്പൊ എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അത് പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചു തരാനും എങ്ങനെ ചെയ്യണമെന്ന് പറയാനും ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു അധ്യാപകനും പറ്റത്തുള്ളൂ. അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇനി അത് മനസ്സിലാക്കാതെ. ഓക്കെ, ചോദ്യം, താഴെ പറയുന്നവയിൽ പരിക്രമണ ചലനത്തിന് ഉദാഹരണമല്ലാത്ത എന്നാണ്. ഈ പരിക്രമണ ചലനമൊക്കെ നിങ്ങൾ റീസെന്റ് ആയിട്ട് പഠിച്ച സാധനങ്ങളാണ്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം, വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം, അടുത്ത് സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ചലനം, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം, വസ്തുവിന് പുറത്ത് വരുന്ന ചലനം. ഇത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്രമണ ചലനത്തിന് ഉദാഹരണം അല്ലാത്തതാണ്. ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം ഓപ്ഷൻ A ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ പരിക്രമണ ചലനത്തില് കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് വെളിയിൽ വരും. വസ്തുവിനകത്ത് വരുന്നത് ഭ്രമണമാണ്. വസ്തുവിനകത്ത് വരുന്നത് ഭ്രമണവും വസ്തുവിന് പുറത്ത് വരുന്നത് പരിക്രമണവുമാണ്. പക്ക SCRT പോയിന്റ് ആണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, പക്ക SCRT പോയിന്റ് ആണ്, പക്ക SCRT ചോദ്യമാണ്.
ഓക്കെ. പരിക്രമണത്തില് ഈ അക്ഷം വസ്തുവിന് വെളിയിലും ഭ്രമണത്തില് വസ്തുവിന് ഉള്ളിലും വരും അക്ഷം. ഓക്കെ. ബാക്കിയൊക്കെ നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണമാണ്. അതുപോലെ സൂര്യനെ പ്രദർശനം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനവും പരിക്രമണമാണ്. അടുത്ത്, പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും ചേർന്നുണ്ടാകുന്ന വർണ്ണം ഏതാണ്? നീലയും ചുവപ്പുമാണ് ചോദിച്ചിരിക്കുന്നത്. നീലയും ചുവപ്പും. ഈ ഷെബീബ് എന്തോ ഈ കമന്റ് ചെയ്യുന്ന ഇടം നീലയും ചുവപ്പല്ലേ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇത്രയ്ക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് നീലയും ചുവപ്പും ചേരുമ്പോ നിങ്ങൾ എവിടെയാണ് ഈ മഞ്ഞ പഠിച്ചിട്ടുള്ളത്? ഞാൻ ഇതാ പറയുന്നത്, ഈ പോക്കാണെങ്കിൽ പണികൾ വാങ്ങിച്ചു പിടിക്കും. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കും. ഓപ്ഷൻ എ മജന്ത. ഓപ്ഷൻ എ മജന്തയാണ് ആൻസർ കേട്ടോ. നീലയും ചുവപ്പും മജന്തയാണ് കേട്ടാ. മജന്തയാണ് ഓപ്ഷൻ എ. ഓക്കെ. മഞ്ഞ ഏതാ? മഞ്ഞ പച്ചയും ചുവപ്പുമാണ് മഞ്ഞ. പച്ചയും ചുവപ്പുമാണ് മഞ്ഞ. ഓക്കെ. സിയാൻ ഏതാ? സിയാൻ പച്ചയും നീലയുമാണ് സിയാൻ. പച്ചയും നീലയുമാണ് സിയാൻ. ഓക്കെ. ഇതിനൊന്നും കോഡിന്റെ ഒന്നും ആവശ്യമില്ല. മഞ്ഞ കിട്ടണമെങ്കിൽ പച്ചയും ചുവപ്പും ചേരണം. നീല കിട്ടണമെങ്കിൽ നീലയും ചുവപ്പും ചേരണം. സിയാൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഏതാണ് നീലയും പച്ചയും ചേരണം. ഇതങ്ങ് ഓർത്ത് വെച്ചാൽ അത്. ഇതിനൊക്കെ എന്തിന്റെ കോഡ്? ഈ എല്ലാത്തിനും കോഡ്. അവസാനം കോഡ് എഴുതി എക്സാം ഹാളിൽ ഇരുന്ന് കോഡ് മറന്നുപോയി കോഡ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനം ഓർത്തിരിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. എല്ലാത്തിനും കോഡ് നോക്കിക്കൊണ്ടിരിക്കുക. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം ഏതാണ് ചോദ്യം. ഇതൊക്കെ പ്രീവിയസ് ആണ്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം ഏതാണ് ചോദ്യം. ഉത്തരാഖിന് അറിയാമെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. കാരണം വേണ്ടി നോന്നിട്ടാ മതി. അങ്ങനെ അറിയോ? ശുക്രനാണ് ഏറ്റവും വൃത്താകൃതിയുള്ള ഭ്രമണപഥമുള്ളത്. ശുക്രനാണ്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് കേട്ടാ. ഓക്കെ. ഓപ്ഷൻ ഡി നെപ്റ്റ്യൂൺ ആണ്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം ഓപ്ഷൻ ഡി നെപ്റ്റ്യൂൺ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഇസ്രോ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാം സാറ്റ് V2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2018 ജൂലൈ 22-നാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ചന്ദ്രയാൻ 2-വിന്റെ ദൗത്യത്തിലെ റോവറിന്റെ പേരാണ് വിക്രം. ഇതിൽ ശരിയായ പ്രസ്താവന ഒരെണ്ണമുണ്ട്. അത് ഏതാണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇസ്രോ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാം സാറ്റ് V2. അപ്പൊ ബാക്കി തെറ്റെന്താണെന്ന് കൂടെ നോക്കാം നമുക്ക്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ടെസി തോമസ് എന്താണ്? മിസൈൽ വുമൺ ആണ് അല്ലെ. മിസൈൽ വുമൺ അല്ലെങ്കിൽ അഗ്നിപുത്രിയാണ് ടെസി തോമസ്. മിസൈൽ വുമൺ അല്ലെങ്കിൽ അഗ്നിപുത്രിയാണ് ടെസി തോമസ്. ഓക്കെ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ പേരാണ് വിക്രം. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും വേണ്ട. അത് ഓർത്ത് വെച്ച് വേണം. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും. ഓക്കെ. ശരി. അപ്പൊ അതൊക്കെയാണ് തെറ്റ്. ഇത് ഞാൻ ഒരു കാര്യം എനിക്ക് ദേഷ്യമാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർക്കൗട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എടുത്തു തരണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ച് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾ ചെയ്യണത് സീരിയസ് ആയിട്ട് ഇരുന്ന് ഒരു സ്റ്റഡി ടേബിളിലെങ്ങാനും സെറ്റ് ചെയ്ത് ഒരു പേനയൊക്കെ വെച്ച് ഒരു ബുക്കൊക്കെ വെച്ചിട്ട് ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ല ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കമന്റ് ചെയ്ത് വിട്ടല്ല പഠിക്കേണ്ടത്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായാലും പരീക്ഷ ചെയ്യുന്ന കാര്യത്തിനായാലും എന്ത് കാര്യത്തിനായാലും പ്രൊഫഷണലിസം കാണിക്കണം. മനസ്സിലായ? നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പഠിക്കുന്ന ഓരോ ചോദ്യം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഓരോ കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഇത്രയും കാലത്തെ കഷ്ടപ്പാട് അത് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണിത്.
ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ആ ഒരു ഇതാണ്. അപ്പൊ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനൊരു പ്രാധാന്യം കൊടുക്കുക, മനസ്സിലാക്കണം ഇതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇതിങ്ങനെ കാട്ടിക്കൂടി ചെയ്യേണ്ട ഒരു സാധനമല്ല, ഞാൻ വേണമെന്ന് പറഞ്ഞ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ ഒരു തോട്ട് വേണം. ഓക്കെ, മനസ്സിലായ? അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ഗെയിം കളിക്കുന്ന ഒരു ലാഘവത്തോടെ ഇത് കാണരുത്. ഓക്കെ, അടുത്ത് പെരുവനം കുട്ടന്മാരാറ് ഏത് വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചെണ്ടയാണ്. ഓപ്ഷൻ എ ചെണ്ടയാണ് ആൻസർ. പെരുവനം കുട്ടന്മാരാറ് ചെണ്ടയുമായി ബന്ധപ്പെട്ട കലാകാരനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. കമന്റ് ചെയ്തേ. കണ്ട, ഇപ്പോഴും ക്വസ്റ്റ്യൻ നേരെ വായിക്കാതെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ആദ്യം മലയാളി കായിക താരം സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണനാണ്. നിങ്ങൾ ഈ കെ എം ബീനാമോൾ എന്തിനാ കമന്റ് ചെയ്യണേ? ഓക്കെ, കെ എം ബീനാമോളിന് എന്താ കിട്ടിയത്? കെ എം ബീനാമോളിന് ഖേൽരത്ന പുരസ്കാരമല്ലേ കിട്ടിയത്? അർജുന അവാർഡാണ് ചോദിച്ചിരിക്കുന്നത്. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി കായിക താരം സി ബാലകൃഷ്ണൻ. നമ്മുടെ തന്നെ വർക്കൗട്ടിൽ, ഇതേപോലെ ചെയ്ത വർക്കൗട്ടിൽ നമ്മൾ പഠിച്ചതാണ്. സി ബാലകൃഷ്ണൻ പർവ്വതാരോഹകനാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരെന്ന ചോദ്യം. ഉത്തരമറിയെ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ഗോവിന്ദ പിഷാരടി. ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ് ആൻസർ. അടുത്ത ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ്? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 12. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 12 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത 95-ാം ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏത് വിഭാഗത്തിലാണ് RRR സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചത്? അവാർഡ് ലഭിച്ച ഏത് വിഭാഗത്തിലാ? വളരെ ഓപ്ഷൻ സി മികച്ച ഒറിജിനൽ ഗാനത്തിനാണ് അവാർഡ് ലഭിച്ചത് കേട്ടോ. ലാ ഈബ് എന്ന ഭാഗ്യചിഹ്നം താഴെ കൊടുത്തതിൽ ഏത് കായിക മേളയുടേതാണ് ചോദ്യം? ലാ ഈബ് എന്ന ഭാഗ്യചിഹ്നം. കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ലാ ഈബ്. ലാ ഈബ്. അടുത്ത ആരുടെ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ? ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയതാണ്. ഓപ്ഷൻ സി പ്രിയ എസ്. പ്രിയ എസിന്റെ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അടുത്ത് സമുദ്രയാൻ പദ്ധതിക്കായി ഇസ്രയുമായി സഹകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തയ്യാറാക്കിയ പേടകത്തിന്റെ പേര്? ഓപ്ഷൻ ഡി മത്സ്യ 6000. ഓക്കെ, അടുത്ത് കേരളത്തിലെ 6 കോർപ്പറേഷൻ നഗരങ്ങളെ അവയുടെ സവിശേഷതകൾ അനുസരിച്ച് ബ്രാൻഡ് ചെയ്യാനുള്ള കില പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തിരുവനന്തപുരത്തെ സമാധാന നഗരം എന്നും കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്നും ബ്രാൻഡ് ചെയ്യും. കൊച്ചിയെ രൂപകൽപ്പനയുടെ നഗരം എന്നും കൊല്ലത്തെ ജൈവ വൈവിധ്യ നഗരം എന്നും ബ്രാൻഡ് ചെയ്യും. ആഘോഷങ്ങളുടെ നഗരം എന്ന ബ്രാൻഡിങ് തൃശ്ശൂരിനാണ്. കണ്ണൂരിനെ ബ്രാൻഡ് ചെയ്യുന്നത് നാടൻ കലാ കരകൗശല നഗരം എന്നാണ്. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഉത്തരം അറിയാമെങ്കിൽ മാത്രം. കുട്ടികളെ, ഓപ്ഷൻ സി ആണ്. ആഘോഷങ്ങളുടെ നഗരമല്ല തൃശ്ശൂര്. പഠന നഗരമാണ് തൃശ്ശൂര്. പഠന നഗരം. ഓക്കെ, പഠന നഗരമാണ് തൃശ്ശൂര്. പഠന നഗരമാണ് തൃശ്ശൂര്. ഓക്കെ, സിറ്റി ഓഫ് ലേണിംഗ് എന്ന് പറയും. പഠന നഗരമാണ് തൃശ്ശൂര്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. തിരുവനന്തപുരം സമാധാന നഗരം, കോഴിക്കോട് സാഹിത്യ നഗരം, കൊച്ചി രൂപകൽപ്പനയുള്ള നഗരം, കൊല്ലം ജൈവ വൈവിധ്യ നഗരം, അതുപോലെ കണ്ണൂര് നാടൻ കരകൗശല നഗരം, തൃശ്ശൂര് ഏതാണ് കുട്ടികളെ? പഠന നഗരമാണ്. ഇത് എഴുതി പഠിച്ചോണം. ഇത് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ? ഓക്കെ, ഇത് കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരെ എഴുതി പഠിച്ചോണം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അടുത്ത് 2022 കേരളത്തിൽ ഏത് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ പല്ലി ഇനമാണ് ഈസ? പെട്ടെന്ന് കമന്റ് ചെയ്തേ, ഇംഗ്ലീഷ് ക്ലാസ്സിന് സമയമായി. ഓപ്ഷൻ ഡി അട്ടപ്പാടി കേട്ടോ. അട്ടപ്പാടി എന്ന് കണ്ടെത്തിയ പല്ലിയാണ് ഏത്? ഈസ. ഓക്കെ, അട്ടപ്പാടിയാണ് കേട്ടോ. അട്ടപ്പാടി. ഓക്കെ, 2023 കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡൻ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമമാണ് ചോദ്യം. നമ്മളത് ഒരുപാട് തവണ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ ഡി കാന്തല്ലൂരാണ് കേട്ടോ. കാന്തല്ലൂര്. ആരുടെയോ ഓഡിയോ ഓണാണേ. ആരാ? ധാർമിക് റാം.
ധാർമിക് റാം എന്ന പേരുള്ള ആളുടെ ഓഡിയോ ഓണാണേ, മ്യൂട്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് ജേതാവ്. വയലാർ അവാർഡ് ജേതാവ് ആരാ? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പിയാണ് വയലാർ അവാർഡ് ജേതാവ്. അറിയാലോ, കൃതി അറിയാലോ, ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലമാണ് കൃതി. അടുത്ത 69ാം ചോദ്യം, എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഈ കേരളമൊന്നും അല്ലടെ. ഓപ്ഷൻ സി രാജസ്ഥാനാണ്. ഇതൊക്കെ പ്രീവിയസ് എത്ര തവണ PSC എന്ന് ചോദിച്ചെന്നറിയോ ക്വസ്റ്റ്യനൊക്കെ. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട് തന്നെ, നിങ്ങൾ ഈ POക്ക് ചെയ്യുന്നതിൽ തന്നെ എത്ര തവണ കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ, ഓക്കെ, രാജസ്ഥാനാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിലവിൽ വരുന്ന നഗരം ഏതാണ്? ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി അറിയാൻ കമന്റ് ചെയ്തേ. ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിലവിൽ വരുന്ന നഗരം ഓപ്ഷൻ ബി ലേ ആണ് കേട്ടോ. ലേ ആണ് ആൻസർ. ഓപ്ഷൻ ബി ലേ ആണ് ആൻസർ. ഓപ്ഷൻ ബി ലേ ആണ് ആൻസർ. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല ഏതാണ്? എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ലയാണ് ചോദിക്കുന്നത്. അറിയാൻ കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി തൃശ്ശൂരാണ് കേട്ടോ. ഓപ്ഷൻ സി തൃശ്ശൂരാണ്. വിജിഷ വീഡിയോ അല്ല ഓഡിയോ ആണ് വിജിഷ. ഓപ്ഷൻ സി തൃശ്ശൂരാണ് കേട്ടോ. ഓപ്ഷൻ സി തൃശ്ശൂരാണ്. ഓക്കെ, വിജിഷ ഓഡിയോ ഓണാണ്. തൃശ്ശൂരാണ് കേട്ടോ. പുതുതായി നിലവിൽ വരുന്ന ദുർഗാവതി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? പുതുതായി നിലവിൽ വരുന്ന ദുർഗാവതി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ചോദ്യം. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ് ദുർഗാവതി ടൈഗർ റിസർവ്. ടൈഗർ റിസർവുകൾ നമ്മൾ 51 മുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഞാനിപ്പോ പറയുന്നില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പഠിച്ചത് കറണ്ട് ബേസിലാണ് പഠിച്ചത്. കറണ്ട് ബേസില്. അടുത്ത, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം ഏതാണ് ചോദ്യം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യത്തെ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം അറിയാൻ കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആക്സിയം മിഷൻ 1 ആണ്. ആക്സിയം മിഷൻ 1 ആണ് കേട്ടോ. നാസയുടെ തന്നെയാണ്. നാസയും സ്പേസ് എക്സും ചെയ്തിട്ടുള്ള മിഷനാണ്. ഓക്കെ, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം ആക്സിയം മിഷൻ 1 ആണ്. അതായത് നാസയുടെ സഹായത്തോടെ സ്പേസ് എക്സ് നടത്തിയ മിഷനാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 1 കോടി ആളുകൾക്ക് കോവിഡ് വാക്സിനേഷൻ നടത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. 1 കോടി ആളുകൾക്ക് കോവിഡ് വാക്സിൻ നടത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ഭുവനേശ്വർ കോവിഡ് വാക്സിൻ പൂർത്തിയാക്കിയ ആദ്യ നഗരമാണ് ഈ ഭുവനേശ്വർ എന്ന് പറയുന്നത്. നമ്മളെ കഴിഞ്ഞ LD ചോദ്യമായിരുന്നു. ഭുവനേശ്വർ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ആദ്യ നഗരമാണ്, ആദ്യ ഇന്ത്യൻ നഗരമാണ് ഭുവനേശ്വർ. എന്നാൽ മുഴുവൻ 1 കോടി ആളുകൾക്ക് നടപ്പിലാക്കിയത് മുംബൈയാണ്. 1 കോടി ആളുകൾക്ക് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ നടത്തിയത് ആരാണ് പിള്ളേരെ? ഈ മുംബൈയാണ്. മുംബൈ. ഓക്കെ, ആദ്യം പൂർത്തിയാക്കിയത് ഭുവനേശ്വർ ഒഡീഷയും. എന്നാൽ 1 കോടി ആളുകൾക്കാണെങ്കിൽ മുംബൈയാണ് കേട്ടോ. ഓക്കെ, അടുത്ത, ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ബിജു മേനോന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത്? അപ്പോൾ ഓപ്ഷൻ ഡി ആർക്കറിയാമാണ് ആൻസർ. ഓപ്ഷൻ ഡി ആർക്കറിയാമാണ് ആൻസർ. കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ. കേരള പോലീസിന്റെ എല്ലാ സേവനവും ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്ഷൻ എ പോൾ ആപ്പാണ് കേട്ടോ. പോൾ ആപ്പാണ് ആൻസർ. കേരള പോലീസിന്റെ എല്ലാ സേവനവും ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് ഏകദിന പരമ്പരകൾ വിജയിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് ഏകദിന പരമ്പര വിജയിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണെന്നാണ് ചോദ്യം. അപ്പോൾ അത് ഓപ്ഷൻ ഡി വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലിയാണ് ആൻസർ. വിരാട് കോഹ്ലിയാണ് കേട്ടോ. കോഹ്ലിയാണ് കേട്ടോ. ഓസ്ട്രേലിയയില്
ടെസ്റ്റ് ഏകദിന പരമ്പര വിജയിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. 2022 ജനുവരിയിൽ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലിന്റെ പുതിയ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചത് എവിടെ നിന്നാണ് ചോദ്യം. 2022 ജനുവരിയില് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലിന്റെ പുതിയ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചത് എവിടെ നിന്നാണ് ചോദ്യം. ആൻസർ കമന്റ് ചെയ്തേ. മിസൈൽ പരീക്ഷണമൊക്കെ എവിടെ ആയിരിക്കും? പിള്ളേരെ ഓപ്ഷൻ സി ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ. നമുക്കറിയാം മിസൈൽ പരീക്ഷണമൊക്കെ വരുന്നത് എവിടെയാണ് പിള്ളേരെ? ഒഡീഷ ചാന്ദിപൂരിലാണ് അല്ലേ? ഒഡീഷ ചാന്ദിപൂരിലെ വീലർ ഐലൻഡ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ഐലൻഡിലാണ് മിസൈൽ പരീക്ഷണമൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത 2023 16ാമത് ബഷീർ അവാർഡ് നേടിയ സാഹിത്യകാരൻ. ഞാൻ പഠിപ്പിച്ചതാണ് കറണ്ട് അഫയേഴ്സില്. 16ാമത് ബഷീർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ഓപ്ഷൻ സി ഇ സന്തോഷ് കുമാർ. ഓപ്ഷൻ സി ഇ സന്തോഷ് കുമാർ. ഓക്കെ, അഹമ്മദാബാദിലെ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അഹമ്മദാബാദ് ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യുക. ഈ 30 മാർക്കിന് മുകളിലോട്ടുള്ള എല്ലാവരും പേര് മാർക്കും സത്യസന്ധമായി കമന്റ് ചെയ്തിട്ട് പോവുക. ഓക്കെ.